As a football fan, especially EPL fan, thanks to Manchester United. ഏകപക്ഷീയമായി കിരീടത്തിലേക്ക് കുതിക്കാൻ ഒരാളെയും യുണൈറ്റഡ് സമ്മതിക്കില്ല. കഴിഞ്ഞ സീസണിൽ കെയർടേക്കറായി വന്ന കാരിക് ഗാർഡിയോളയ്ക്ക് പണി കൊടുത്തു. ഇപ്പോൾ വീണ്ടും ഇടക്കാലത്തേക്ക് പരിശീലകനായി വന്ന കാരിക് സമകാലീനനായ അർട്ടേറ്റയ്ക്കും കൊടുത്തു 1.5 പണി. ഒറ്റ കാര്യം മാത്രം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എഴുതി തള്ളരുത്. അവന്മാർക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ വന്ന് കൊന്നുകൊല വിളിക്കും. ചെകുത്താന്മാർ എന്ന് ചുമ്മാ വിളിക്കുന്നതല്ല, കത്തിക്കും. അത് എത്തിഹാദ് ആണെങ്കിലും എമിറേറ്റ്സ് ആണെങ്കിലും. ഒലെ ഗുണ്ണർ സോൾഷ്യറും മൈക്കൽ കാരിക്കും ഒരേ ദിവസമാണ് യുണൈറ്റഡ് ഒഫീഷ്യൽസുമായി പരിശീലക കുപ്പായത്തിനുള്ള ചർച്ച നടത്തിയത്. ചീഫ് എക്സിക്യൂട്ടീവ് ഒമർ ബറാഡ, ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ജേസൺ വിൽകോക്സ് എന്നിവർ കാരിക്കിന്റെ വിഷനിലാണ് അന്ന് സാറ്റിസ്ഫൈഡ് ആയത്. യുണൈറ്റഡിൽ കാരിക്കിന്റെ ആദ്യ പരീക്ഷണം മാഞ്ചസ്റ്റർ ഡെർബി ആയിരുന്നു. അമോറിമിന്റെ 3-man ഡിഫൻസിന് പകരം 4-2-3-1 ഫോർമേഷനിൽ കാരിക് ടീമിനെ ഒരുക്കി. ബ്രയാൻ എബ്യൂമോയും പാട്രിക് ഡോഗുവും ചേർന്ന് യുണൈറ്റഡിന് ജയമൊരുക്കി. കാരിക്കിനെ ചിലരെങ്കിലും അപ്പോഴും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അടുത്തയാഴ്ച ആഴ്സണലുമായിട്ടാണ് മത്സരം, അതുകൂടി കഴിയട്ടെ എന്നവർ അടക്കം പറഞ്ഞു. എമിറേറ്റ്സിലേക്ക് പോകുമ്പോൾ കളിയിലും കണക്കിലുമെല്ലാം അർട്ടേറ്റയുടെ ആഴ്സണലിന് തന്നെയായിരുന്നു മുൻതൂക്കം. പക്ഷേ ചെകുത്താന്മാർ അവിടെ കയറി മേഞ്ഞു. ലിറ്ററലി എമിറേറ്റ്സ് കത്തിച്ച് ചാമ്പലാക്കി. അല്ലെങ്കിലും ചെകുത്താന്മാർക്കെന്ത് പീരങ്കിപ്പട. ആദ്യ 20 മിനിറ്റിൽ യുണൈറ്റഡ് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഗണ്ണേഴ്സ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. സുബിമെൻഡിയുടെ ഒരു ക്ലോസ് റേഞ്ച് ഹെഡറിലൂടെ ആഴ്സണലാണ് ആദ്യ അവസരം തുറന്നത്. ലാമൻസിന്റെ കിഡ്ലൻ സേവ് യുണൈറ്റഡിന്റെ രക്ഷയ്ക്കെത്തി. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഓൺ ഗോളിലൂടെ ആഴ്സണൽ അധികം വൈകാതെ മുന്നിലെത്തി. സാക്കയും ഒഡേഗാർഡും ചേർന്നുള്ള ഒരു നീക്കത്തിനൊടുവിലായിരുന്നു ഗോൾ പിറന്നത്. അധികം വൈകാതെ യുണൈറ്റഡ് തിരിച്ചടിച്ചു. സുബിമെൻഡിയുടെ പിഴവ് പിടിച്ചെടുത്ത് എംബിമയുടെ മികച്ചൊരു ഫിനിഷിംഗ്. ഹാഫ് ടൈം സ്കോർ 1-1. ഒരുപക്ഷെ ആദ്യ പകുതിയിൽ തന്നെ ഡ്രോ പിടിച്ചതാണ് യുണൈറ്റഡിന്റെ വിജയത്തിൽ നിർണായകമായത്. ആഴ്സണലാണ് ലീഡെങ്കിൽ യുണൈറ്റഡ് രണ്ടാം പകുതിയിൽ കൂടുതൽ അറ്റാക്കിങ്ങിന് ശ്രമിക്കുകയും മിഡിലും ഡിഫൻസിലും ഓപ്പൺ സ്പേസ് വരാനുള്ള സാധ്യതയുമുണ്ടായിരുന്നു. കൃത്യമായി ആഴ്സണൽ അത് മുതലെടുക്കുകയും ചെയ്തേനെ. പക്ഷേ 1-1 എന്ന സ്കോർ കുറച്ചുകൂടി പോസിറ്റീവ് ഫുട്ബോൾ കളിക്കാൻ യുണൈറ്റഡിനായി. ഏറ്റവും മികച്ചത് രണ്ടാം പകുതിയിൽ വരികയും ചെയ്തു. ബ്രൂണോയും ഡോർഗുവും ചേർന്ന് നടത്തിയ നീക്കം. ബോക്സിന് പുറത്തു നിന്ന് ഒരു വെടിയുണ്ട, ബാറിൽ കുത്തിയത് നെറ്റിൽ വിശ്രമിച്ചു. ആഴ്സണലിൻ്റെ 5 താരങ്ങളാണ് ഒറ്റയടിക്ക് ആ നീക്കത്തിൽ ക്ലൂലെസ് ആയത്. വിശ്വസിക്കാനാവാതെ എമിറേറ്റ്സ് ഒന്നടങ്കം തലയിൽ കൈവച്ചു. ഒറ്റയടിക്ക് 4 മാറ്റങ്ങളുമായി അർട്ടേറ്റ മത്സരം തിരിച്ചുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. സെറ്റ് പീസിൽ എപ്പോഴും പേടിക്കേണ്ട ടീമാണ് ആഴ്സണൽ. എന്നാൽ യുണൈറ്റഡ് ഡിഫൻസും സെന്നെ ലാമൻസും പാറ പോലെ ഉറച്ചു. ഇടയ്ക്ക് വിങ്ങിലൂടെ സാക്ക അപകടം വിതച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 83-ാം മിനിറ്റിൽ സാക്കയുടെ തന്നെ കോർണറിലൂടെ പിറന്ന ഗോളിൽ ആഴ്സണൽ ഒപ്പമെത്തി. യുണൈറ്റഡ് ബോക്സിലെ കുട്ടപ്പൊരിച്ചിലിൽ മൈക്കൽ മെറിനോയാണ് ഗോൾ നേടിയത്. പക്ഷേ ആയുസ് 4 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മത്തയോസ് കുനുഹയുടെ ലോങ് റേഞ്ചറിന് ആഴ്സണലിന് മറുപടി ഉണ്ടായില്ല. ഫുൾ ടൈം ആഴ്സണൽ 2, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3. ജനുവരിയായി. പതിവ് പോലെ ആഴ്സണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ഗണ്ണേഴ്സ് ആരാധകർ പതിവ് വിഷമത്തിലാകും. ഒരിക്കൽ കൂടി കൊതിപ്പിച്ച് കടന്നു കളയുമോ എന്ന ആശങ്ക നന്നായി ഉണ്ടാകും അവർക്ക്. റീസെന്റ് ഡ്രോപ്പ് ചെയ്ത 5 പോയിന്റ് ചിലപ്പോൾ ഗണ്ണേഴ്സിന്റെ ടൈറ്റിലിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് ഇനിയും ആവർത്തിക്കുമോ എന്തോ. ആഴ്സണലിന്റെ ഈ സീസണിലെ ആദ്യ ഹോം തോൽവി. 2023 ശേഷം ആദ്യമായി ഒരു ടീം ആഴ്സണലിനെതിരെ 3 ഗോൾ സ്കോർ ചെയ്യുന്നു. ഹോസെ മൊറീഞ്ഞോയ്ക്ക് ശേഷം എമിറേറ്റ്സിൽ ആഴ്സണലിനെ തോൽപ്പിക്കുന്ന യുണൈറ്റഡ് പരിശീലകനായി മൈക്കൽ കാരിക്. ഈ 90 മിനിറ്റിന് ശേഷം റെക്കോർഡുകൾ ഒരുപാട് പിറന്നിട്ടുണ്ട്. അമോറിമിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ ടീം തന്നെയാണിത്. പക്ഷേ കാരിക്കിന്റെ കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും തന്നെ പ്രധാന വ്യത്യാസമായി വന്നത്. 3-man to 4-man ഡിഫൻസ് ചില്ലറ മാറ്റമൊന്നുമല്ല യുണൈറ്റഡിന്റെ മത്സരത്തിൽ തെളിഞ്ഞത്. മൈനുവും കസമിറോയും ബാക്ക് ഫോറിനെ ഏറ്റവും നന്നായി സപ്പോർട്ട് ചെയ്യുന്നു. ഡോഗുവും ഡിയാലോയും എംബ്യൂമോയും നിരന്തരം എതിർ പോസ്റ്റിൽ അപകടമുണ്ടാക്കുന്നു. തന്റെ പ്രിയപ്പെട്ട നമ്പർ 10 പൊസിഷനിലേക്ക് ബ്രൂണോ പോകുന്നു. യുണൈറ്റഡ് ഫാൻസിന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് ഹാരി മഗ്വയറിന്റെ റിഡംഷൻ കൂടിയായിരിക്കും. ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എഴുതി തള്ളരുത്. അവന്മാർക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ വന്ന് കൊന്ന് കൊല വിളിക്കും. ഏത് മോശം കാലമാണെങ്കിലും യുണൈറ്റഡൊന്ന് നിവർന്നു നിന്നാൽ വിറയ്ക്കാത്ത കോട്ടയൊന്നുമില്ല ഇംഗ്ലണ്ടിൽ. അതിന് അന്നും ഇന്നും മാറ്റമൊന്നുമില്ല.